മക്കളെ, ആസിഡ്സ് ബേസസ് സോൾട്ട്സ് ഈ ചാപ്റ്റർ വളരെ വേഗത്തിൽ നമുക്കൊന്ന് പഠിച്ചെടുത്താലോ? അടിപൊളിയായിട്ട് പഠിക്കാം. ആദ്യം ഞാൻ പഠിപ്പിക്കുന്നത് ആസിഡും ബേസും തമ്മിലുള്ള കമ്പാരിസൺ വെച്ചിട്ടാണ് ഞാൻ പഠിപ്പിച്ചു പോവുക. ആസിഡിൻ്റെ സ്വഭാവം, ബേസിൻ്റെ സ്വഭാവം, ആസിഡ് എന്താണ്, ബേസ് എന്താണ്, ഇങ്ങനെ ആസിഡിൻ്റെ റിയാക്ടിവിറ്റിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പഠിപ്പിക്കുക. അവസാന ഭാഗത്ത് നമ്മൾ സോൾട്ടുകളെ കുറിച്ചും പഠിക്കും. അങ്ങനെ അടിപൊളിയായിട്ട് വളരെ വേഗത്തിൽ നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചെടുക്കും എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രത്യേകത. സോ ആസിഡുകൾ, ബേസുകൾ, ലവണങ്ങൾ, സോൾട്ട് എന്ന് പറഞ്ഞാൽ ലവണങ്ങൾ. ആദ്യം നമുക്ക് പഠിക്കേണ്ടത് എന്താ? ആസിഡിൻ്റെ പ്രോപ്പർട്ടി എന്തൊക്കെയാണ്? ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ആസിഡിൻ്റെ പ്രോപ്പർട്ടി എന്താ? അതിന് പുളിരുചിയാണുള്ളത്, സോർ ടേസ്റ്റ് ആണ്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. ആസിഡ് എന്ന് പറഞ്ഞാൽ റെഡാണ്, പേടിയാണ്. അപ്പോൾ ചുവപ്പാക്കുന്നു, നീലയെ ചുവപ്പാക്കുന്നു, ചുവപ്പാവുന്നത് അതാണ് ആസിഡ്. സോ നീലയെ ചുവപ്പാക്കുന്നു. മെയിൻ 2 പോയിന്റ്, അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുകയും ചെയ്യും. മെയിൻ 2 പോയിന്റ് അത് മറക്കരുത്. നിങ്ങളുടെ ആസിഡിലേക്ക് കാർബണേറ്റ് ഇട്ടാൽ ഒരു ഡൗട്ടും വേണ്ട, അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. നിങ്ങളുടെ ആസിഡും ഏതെങ്കിലും ഒരു കാർബണേറ്റും തമ്മിൽ റിയാക്ട് ചെയ്താൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വരും. കാർബണേറ്റ് നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തൊക്കെ ഈസി ആണല്ലോ. ഏതൊരു കാർബണേറ്റിലേക്കും നിങ്ങൾ ആസിഡ് ചേർത്താൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വരും. ഓക്കെ, അടുത്തൊരു പോയിന്റ്, ഏതൊരു ആസിഡിലേക്കും ഹൈലി റിയാക്റ്റീവായൊരു മെറ്റൽ ഇട്ടാൽ, അത് സിങ്ക് ആയിക്കോട്ടെ, മെഗ്നീഷ്യം ആയിക്കോട്ടെ, അങ്ങനത്തെ ഏതെങ്കിലും ഒരു മെറ്റൽ ഇട്ടാൽ ആ ആസിഡിൽ നിന്ന് ഹൈഡ്രജൻ ഗ്യാസ് പുറത്തു വരും. ഇതൊന്ന് അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചേ. ആസിഡിൻ്റെ സ്വഭാവത്തിൽ മെയിനായിട്ട് ആസിഡിലേക്ക് കാർബണേറ്റ് ചേർത്താൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വരും. ആസിഡിലേക്ക് മെറ്റൽ ഇട്ടാൽ അവിടുന്ന് ഹൈഡ്രജൻ ഗ്യാസും പുറത്തു വരും. ആസിഡിൽ നിന്ന് ഹൈഡ്രജൻ ഗ്യാസ് പുറത്തു വരുന്നത് അപ്പോൾ മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, ആസിഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ്, ആസിഡും ആരുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വരിക, കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ. അത് മനസ്സിലായല്ലോ. അപ്പോൾ ആസിഡിൻ്റെ സ്വഭാവം മനസ്സിലായല്ലോ. ദെൻ നമ്മൾ വേഗം ബേസിൻ്റെ സ്വഭാവത്തിലേക്ക് പോകുന്നു. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ആസിഡിന് പുളിരുചിയാണെങ്കിൽ ബേസിന് ഒരു കയ്പ് രുചിയാണുള്ളത്. ഒന്ന്. രണ്ടാമത്തത്, ബേസ് ചുവപ്പിനെ നീലയാക്കുകയാണ് ചെയ്യുക. ബേസിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്താ? ബി. ബേസിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്താ? ബി. ബി എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലൂ. ബീൻ്റെ ഫുൾ ഫോം ബി. അപ്പോൾ ബേസിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആലോചിച്ചാൽ മതി. അപ്പോൾ ബ്ലൂ ആക്കുന്നു. അപ്പോൾ റെഡിനെ ബ്ലൂ ആക്കുന്നതാണ് ബേസ്. മൂന്നാമത്തത്, നമുക്ക് അതിനെ തൊടുമ്പം, അതിനെ ടച്ച് ചെയ്യുമ്പം അതിനെ വഴുവഴുപ്പായിട്ട് അങ്ങനെ വഴുക്കി പോകുന്നത് പോലെ നമുക്ക് തോന്നും. ബേസ് എന്ന് പറഞ്ഞൊരു വഴുക്കി പോകുന്ന പോലെ തോന്നും. അതായത് സ്ലിപ്പറി ടു ടച്ച് ആണുള്ളത്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. അടുത്തത്, ആരെയാണ് നമ്മൾ ആസിഡ് എന്ന് വിളിക്കുന്നത് എന്നുള്ളത് മെയിൻ ഒരു പോയിൻ്റാണ്. ഇതാദ്യം ഞാൻ പറഞ്ഞു തന്നു. അതായത് ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് പുറത്തു വിടും. ഓക്കെ, അത് ഞാൻ പറഞ്ഞു തന്നു. കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്താൽ കാർബൺ ഡൈ ഓക്സൈഡും പുറത്തു വിടും. അതും ഞാൻ പറഞ്ഞു തന്നു. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഒരാളെ നിങ്ങൾ ആസിഡ് എന്ന് വിളിക്കുന്നത് അയാൾ വെള്ളത്തിലേക്കിടുമ്പോൾ, അഥവാ അക്വസ് സൊല്യൂഷനിൽ വെള്ളത്തിലേക്കിടുമ്പോൾ H+ തരുന്നവരാണ് ആസിഡുകൾ. വെള്ളത്തിലേക്കിട്ടപ്പം ആ വെള്ളത്തിൽ H+ൻ്റെ അളവ് കൂട്ടുക. H+ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ അയോണുകളുടെ അളവ് വെള്ളത്തിലിട്ട്, നിങ്ങൾ ആസിഡിനെ വെള്ളത്തിലങ്ങ് ചേർത്തപ്പം ആ വെള്ളത്തിൽ H+ൻ്റെ അളവ് ഒന്നായിട്ടങ്ങ് കൂടിയെങ്കിൽ ആ നിങ്ങൾ ഇട്ട സാധനം ആസിഡാണ്. ഫോർ എക്സാമ്പിൾ HCl എടുത്തിട്ട് നിങ്ങൾ വെള്ളത്തിലിട്ടു, HCl H2O ഇട്ടു. അപ്പോൾ H2O ഓൾറെഡി H+ ഉണ്ട്, അതിലേക്ക് HCl കൂടെ വന്നപ്പോൾ ഒരുപാട് H+ ആയി. ആ വെള്ളത്തിൽ ഇഷ്ടംപോലെ H+ ആയി. അപ്പോൾ നിങ്ങളിട്ട HCl എന്ന് പറയുന്ന ആളെന്താണ്? ആസിഡാണ്. സോ വെള്ളത്തിൽ ഹൈഡ്രജൻ അയോണുകളാണ് ആസിഡുകളുടെ പൊതുവായ ഗുണങ്ങൾക്ക് അടിസ്ഥാനം. ജലീയ ലായനിയിൽ അഥവാ അക്വസ് സൊല്യൂഷനിൽ ഹൈഡ്രജൻ അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ. ഹൈഡ്രജൻ അയോണുകളുടെ H+ൻ്റെ അളവ് കൂട്ടുന്ന ആളുകളാണ് ആസിഡുകൾ. അപ്പോൾ എൻ്റെ ചോദ്യം, അപ്പോൾ ഈ H+ ആണെങ്കിൽ വെള്ളവുമായിട്ട് കൂടി ചേർന്ന് H3O+ ഉണ്ടാവും. അതിൻ്റെ പേര് ഹൈഡ്രോണിയം അയോൺ എന്ന്. അത് മറക്കണ്ട. ഒന്നെങ്കിൽ H+ അയോൺ അല്ലെങ്കിൽ H3O+ അയോൺ. H3O+ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോണിയം അയോൺ. H2O ആയിട്ട് H+ കൂടി ചേർന്നാൽ H3O+ ഉണ്ടാവും. അപ്പോൾ ഒന്നെങ്കിൽ ഹൈഡ്രജൻ അയോൺ അല്ലെങ്കിൽ ഹൈഡ്രോണിയം അയോൺ ഉണ്ടാവും. ഇത് ആസിഡാണ്. അങ്ങനെയാണെങ്കിൽ ബേസ് എന്തായിരിക്കും? വെള്ളത്തിലിടുമ്പോൾ H+ൻ്റെ അളവ് കൂട്ടിയ ആസിഡാണെങ്കിൽ വെള്ളത്തിലിടുമ്പോൾ OH- അളവ്. OH- പേരെന്താ അറിയോ? നേരെ തിരിച്ചു വെച്ചാൽ മതി. ഹോ എന്നല്ല, Hൻ്റെ പേര് ഹൈഡ്ര്, Oൻ്റെ പേര് ഓക്സിജൻ. ഹൈഡ്രോക്സൈഡ്. ഹോ എന്നൊന്നും വായിക്കരുത്, ഹൈഡ്ര് ഓക്സൈഡ്. സോ വെള്ളത്തിലിടുമ്പോൾ ജലീയ ലായനിയിൽ അക്വസ് സൊല്യൂഷനിൽ ഹൈഡ്രോക്സൈഡ് അയോണുകളുടെ അളവ് കൂട്ടുന്നയാളാണ് ബേസുകൾ. അപ്പോൾ ആസിഡ് എന്താ, ബേസ് എന്താ, കാര്യങ്ങളും പഠിച്ചു. ദെൻ വളരെ അടിപൊളിയായിട്ടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിൽ ഇവിടെ 3 ആസിഡുകൾ ഞാൻ തന്നിട്ടുണ്ട്. 3 ആസിഡുകൾ തന്നിരിക്കും. 4 ആസിഡുകൾ തന്നിട്ടുണ്ട്. ഓക്കെ, 3-4 ആസിഡുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തെ ആൾ HCl ആണ്. ഇതെങ്ങനെയാണ് ബ്രേക്ക് ആവുക? എക്സാമിന് ചോദിക്കും. H2SO4 എങ്ങനെയാണ് വെള്ളത്തിലിട്ടാൽ ബ്രേക്ക് ആവുക? H2CO3 എങ്ങനെയാണ് വെള്ളത്തിലിട്ടാൽ ബ്രേക്ക് ആവുക? H3PO4 എങ്ങനെയാണ് വെള്ളത്തിലിട്ടാൽ ബ്രേക്ക് ആവുക? സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. വെള്ളത്തിലിട്ടാൽ ഇയാൾ ബ്രേക്ക് ആവുന്നത് എങ്ങനെ? അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. HCl എത്ര H ഉണ്ട്? 1 H, അപ്പോൾ 1 H+. H2SO4 എത്ര H ഉണ്ട്? 2 H, അപ്പോൾ 2 H+.
H2CO3 എത്ര H+ ഉണ്ട്? 2H+. അപ്പോൾ 2H+. H3PO4 എത്ര H ഉണ്ട്? 3H. അപ്പോൾ 3H+. അപ്പം നിങ്ങൾ വെള്ളത്തിലേക്ക് വരട്ട് കഴിഞ്ഞാൽ HCl ഇട്ടാൽ 1H+, H2SO4 ഇട്ടാൽ 2H+, ഇങ്ങനെ കിട്ടും. അതിൻ്റെ കൂടെ കിട്ടുന്നതാര്? ഇതിൻ്റെ കൂടെ കിട്ടുന്നതാര്? വെരി സിമ്പിൾ. H+ കഴിഞ്ഞാൽ അവിടെ ബാക്കിയുള്ളതാരാ? Cl-. ഓക്കെ, കിട്ടി. H2 കഴിഞ്ഞാൽ അവിടെ ബാക്കിയുള്ളതാരാ? SO4-. അപ്പോൾ SO4 2- കൊടുക്കണം. അതെങ്ങനെയാണ് മനസ്സിലാവുന്നത് സാർ? ട്രിക്ക് പറഞ്ഞിട്ട് വെരി സിമ്പിൾ. ഇവിടെ എത്ര H+ ഉണ്ട്? 2H+ ഉണ്ട്. അപ്പോൾ SO4 2-. SO4ൻ്റെ ചാർജ് 2-. ആ 2 നോക്കുക, 2-. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ എന്തായിരിക്കും? 2H+ അല്ലേ ഇവിടെ? അപ്പോൾ CO3 2- അഗെയിൻ. ഇവിടെ എത്രയാണോ നോക്കുക അത് ചാർജ് ആയി കൊടുക്കുക. അപ്പോൾ 3H+ ആണെങ്കിലോ PO4 3-. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. നോക്കടാ, ഇവിടെ 1H+, അപ്പോൾ 1-. ഇവിടെ 2H+, അപ്പോൾ 2-. ഇവിടെ 2H+, അപ്പോൾ 2-. ഇവിടെ 3H+, അപ്പോൾ 3-. അപ്പോൾ ആസിഡ് എങ്ങനെയാണ് ബ്രേക്ക് ആവുക എന്നുള്ള ഐഡിയയും കിട്ടിയല്ലോ മക്കളെ. സെറ്റ്. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അടിപൊളിയായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ് ഞാൻ ഇനി പറയുന്നത്. ശ്രദ്ധിച്ച് അടിപൊളിയാക്കി മനസ്സിലാക്കിക്കോ. അതായത് നിങ്ങളുടെ നോൺ മെറ്റലാണ് ഒന്ന് കാർബൺ, ഒന്ന് നൈട്രജൻ, ഒന്ന് ഫോസ്ഫറസ്, ഒന്ന് സൾഫർ. 4 ആളുകൾ ഇവിടെ തന്നിട്ടുണ്ട്. കാർബൺ, നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ. ആരും ആയിക്കോട്ടെ. ഈ കാർബണിൻ്റെ കൂടെ ഓക്സിജൻ ചേർന്നാൽ ഉണ്ടാകുന്ന കോമ്പൗണ്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ്. നൈട്രജൻ്റെ കൂടെ ഉണ്ടായാൽ NO2. ഫോസ്ഫറസിൻ്റെ കൂടെ ഉണ്ടായാൽ P2O5. P2O5. സൾഫറിൻ്റെ കൂടെ ഉണ്ടായാൽ SO3. എനിവേ, കാർബണിൻ്റെ കൂടെ CO2, നൈട്രജൻ്റെ കൂടെ NO2, ഫോസ്ഫറസിൻ്റെ കൂടെ P2O5, സൾഫറിൻ്റെ കൂടെ SO3. ഇവരെല്ലാവരും ഇതൊക്കെ നോൺ മെറ്റൽസാണ്. നോൺ മെറ്റൽസിൻ്റെ കൂടെ ഉണ്ടായ ഓക്സൈഡുകളെല്ലാം ബേസിക് നേച്ചറായിരിക്കും. ഇവർക്കെല്ലാം ബേസിക് നേച്ചറായിരിക്കും. അത് ഓർത്ത് വെക്കാൻ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. നിങ്ങൾ മൊബൈലിൽ നിന്ന് ഓർത്ത് വെക്കുക. മൊബൈലത്തെ ഫസ്റ്റ് ലെറ്റേഴ്സ് MOB. ഇതിൻ്റെ ഫുൾ എന്താ വെച്ചാൽ മെറ്റലിൻ്റെ കൂടെയുള്ള ഓക്സൈഡുകളെല്ലാം ബേസിക് ആയിരിക്കും. മൊബൈൽ. മെറ്റലിൻ്റെ ഓക്സൈഡുകളെല്ലാം ബേസിക് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നോൺ മെറ്റലിൻ്റെ സോറി ഇവിടെ അസിഡിക്കുന്നതാണ് ഞാൻ പറഞ്ഞത് തെറ്റിയേ. ഇവിടെ അസിഡിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ അസിഡിക്കാണ്. നോൺ മെറ്റലിൻ്റെ കൂടെയുള്ള ഓക്സൈഡുകളെല്ലാം അസിഡിക് ആയിരിക്കും. മെറ്റലിൻ്റെ കൂടെയുള്ള ഓക്സൈഡുകളെല്ലാം ബേസിക് ആയിരിക്കും. ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞത് നോൺ മെറ്റലാണ്. കാർബൺ നോൺ മെറ്റലാണ്, അലോഹം. നൈട്രജൻ അലോഹമാണ്, ഫോസ്ഫറസ് അലോഹമാണ്, സൾഫർ അലോഹമാണ്. അലോഹങ്ങളുടെ കൂടെ അഥവാ നോൺ മെറ്റലിൻ്റെ കൂടെ ഉണ്ടായ ഓക്സൈഡുകളെല്ലാം അസിഡിക്കാണ്. എന്നാൽ മെറ്റലിൻ്റെ കൂടെ ഉണ്ടായ ഓക്സൈഡുകളെല്ലാം ബേസിക്കാണ്. മെറ്റലിൻ്റെ, അതിനാണ് മൊബൈലിൽ നിന്ന് ഓർക്കാൻ പറഞ്ഞത്. മെറ്റലിൻ്റെ കൂടെ ഉണ്ടായ ഓക്സൈഡുകളെല്ലാം ബേസിക്കാണ്. അത് ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, എനിവേ CO2 ഒരു നോൺ മെറ്റലിൻ്റെ ഓക്സൈഡാണ്, NO2. അപ്പോൾ ഇവരുടെ കൂടെ ഇവരുടെ സ്വഭാവം, ഇയാളുടെ സ്വഭാവം, CO2ൻ്റെ സ്വഭാവം എന്താ? NO2ൻ്റെ സ്വഭാവം എന്താ? P2O5ൻ്റെ സ്വഭാവം എന്താ? SO3ൻ്റെ സ്വഭാവം എന്താ? അസിഡിക്ക. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇവരെല്ലാം വെള്ളത്തിലിട്ട് അങ്ങക്ക് ആസിഡ് കിട്ടും. നോൺ മെറ്റലുകളുടെ ഓക്സൈഡുകളെ വെള്ളത്തിലിട്ടാൽ നിങ്ങൾക്ക് ആസിഡ് കിട്ടും. അപ്പോൾ നോൺ മെറ്റലുകളുടെ ഓക്സൈഡുകളൊക്കെ അസിഡിക്കാണ്. എന്നാൽ മെറ്റൽ ഓക്സൈഡുകളെ വെള്ളത്തിലിട്ടാൽ നിങ്ങൾക്ക് ബേസ് കിട്ടും. അപ്പോൾ അത് ബേസിക് ഓക്സൈഡാണ്. 2 എക്സാമ്പിൾ മാത്രം ഞാൻ പറഞ്ഞുതരാം. 2 എക്സാമ്പിൾ. ഒന്ന് നോക്കിയേ, കാർബൺ ഡൈ ഓക്സൈഡിനെ വെള്ളത്തിലിട്ടപ്പോൾ, വെരി സിമ്പിൾ, കാർബൺ ഡൈ ഓക്സൈഡിനെ വെള്ളത്തിലിട്ടപ്പോൾ ധാര H2, ധാര C. ഇവിടെ എത്ര ഓക്സിജൻ? 2 ഓക്സിജൻ. ഇവിടെ ഒരു ഓക്സിജൻ H2CO3. ഡയറക്റ്റ് കമ്പൈൻ ചെയ്തങ്ങ് എഴുതുക. H2C, ഇവിടെ 2, ഇവിടെ ഒരു ഓക്സിജൻ 3, H2CO3. സോ കാർബൺ ഡൈ ഓക്സൈഡിനെ വെള്ളത്തിലിട്ടപ്പോൾ H2CO3 എന്ന് പറഞ്ഞാൽ ആസിഡ് കിട്ടി. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. കാർബൺ ഡൈ ഓക്സൈഡിനെ വെള്ളത്തിലിട്ടപ്പോൾ H2CO3 എന്ന് പറഞ്ഞാൽ ആസിഡ് അങ്ങ് കിട്ടി. സോ അവരാണ് അസിഡിക് പ്രോപ്പർട്ടി കാണിക്കുന്നവർ. അങ്ങനെയാണ് ഞാൻ അതിൻ്റെ കൂടെ പറഞ്ഞത് എന്താ? മെറ്റൽ ഓക്സൈഡുകളൊക്കെ കാണിക്കുന്നത് ബേസിക് സ്വഭാവമായിരിക്കും. നോൺ മെറ്റൽ ഓക്സൈഡുകൾ NMO, നോൺ മെറ്റൽ ഓക്സൈഡുകളൊക്കെ കാണിക്കുന്നത് അസിഡിക് ആയിരിക്കും. ഇതിൻ്റെ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു. ഇതിൻ്റെ എക്സാമ്പിൾ ആരാ? CO2 അതിന് എക്സാമ്പിളാണ്, SO3 അതിന് എക്സാമ്പിളാണ്, NO2 അതിന് എക്സാമ്പിളാണ്. എങ്കിൽ മെറ്റലിൻ്റെ ഓക്സൈഡ് ആരങ്ങൾക്ക് അറിയുന്ന മെറ്റലങ്ങ് പറഞ്ഞാൽ കാൽഷ്യത്തിൻ്റെ ഓക്സൈഡ് CaO, അത് ബേസിക്കാണ്. മഗ്നീഷ്യത്തിൻ്റെ ഓക്സൈഡ് അത് ബേസിക്കാണ്. സോ കാൽഷ്യത്തിൻ്റെ ഓക്സൈഡും മഗ്നീഷ്യത്തിൻ്റെ ഓക്സൈഡൊക്കെ ബേസിക്കാണ്. എക്സാമ്പിൾ എങ്ങനെയാണ് സാറേ? വെരി സിമ്പിൾ. എക്സാമ്പിൾ എങ്ങനെയാണ് സാറേ? അവിടെ കാൽഷ്യം ഓക്സൈഡ്, ഇതെന്താ വെച്ചാൽ ഇത് മെറ്റൽ ഓക്സൈഡാണ് കേട്ടോ. ഈ മെറ്റൽ ഓക്സൈഡിനെ വെള്ളത്തിലേക്ക് ഇട്ടപ്പം നമുക്ക് ബേസാണ് കിട്ടേണ്ടത്. അതുകൊണ്ടാണ് ബേസിക് എന്ന് വിളിക്കുന്നത്. CaOനെ വെള്ളത്തിലിട്ട് എന്താ കിട്ടുക? CaOH ട്വൈസ്. അതെങ്ങനെയാണ് മനസ്സിലായത്? CaO എന്ന് പറഞ്ഞാൽ CaO. ഓക്കെ, H2 എന്ന് പറഞ്ഞാൽ HO. കഴിഞ്ഞടാ, നോക്കിയാൽ ഇത് ഒന്നിച്ചങ്ങ് പറഞ്ഞു നോക്കിയേ. CaOH 2 CaOH ട്വൈസ്. സോ CaO എന്ന് പറയുന്ന മെറ്റൽ ഓക്സൈഡിനെ വെള്ളത്തിലിട്ടപ്പോൾ നിങ്ങൾക്ക് ബേസ് കിട്ടി. അപ്പോൾ CaO എന്ന് പറഞ്ഞാൽ ബേസിക് ഓക്സൈഡ്. അപ്പോൾ ഒന്നും കൂടി, നോൺ മെറ്റലിൻ്റെ ഓക്സൈഡുകളെല്ലാം അസിഡിക്കാണ്, മെറ്റലിൻ്റെ ഓക്സൈഡുകളെല്ലാം ബേസിക്കാണ്. റെഡി? ഇനി നിങ്ങൾക്ക് ചില പദാർത്ഥങ്ങളുണ്ട്, അതിലുള്ള ആസിഡുകൾ നോട്ട് ചെയ്ത് വെക്കണേ. ലെമൺ ജ്യൂസിൽ സിട്രിക് ആസിഡ്, യോഗേർട്ടിൽ ബട്ടർ മിൽക്കിലൊക്കെ ലാക്റ്റിക് ആസിഡ്, അഥവാ പാലിൻ്റെ സാധനത്തിലൊക്കെ ലാക്റ്റിക് ആസിഡ്, ടാമറിൻഡിൽ ടാർട്ടാറിക്, വിനെഗറിൽ അസറ്റിക് ആസിഡ്.
റെഡി, അതും മനസ്സിലാക്കുക. ദെൻ ചില കോമൺ നെയിമുകളുണ്ട്. കോസ്റ്റിക് സോഡ എന്ന് പറഞ്ഞാൽ ശരിക്കും സോഡിയം ഹൈഡ്രോക്സൈഡാണ്. നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. നമ്മളിവിടെ എഴുതുന്നതിലൊക്കെ ഹൈഡ്രോക്സൈഡുകളുണ്ട്. സോ കോസ്റ്റിക് സോഡ ഹൈഡ്രോക്സൈഡ്, മിൽക്ക് ഓഫ് ലൈം ഹൈഡ്രോക്സൈഡ്, കോസ്റ്റിക് പൊട്ടാഷ് ഹൈഡ്രോക്സൈഡ്. പിന്നെ എങ്ങനെയാണ് മനസ്സിലാക്കുക? കോസ്റ്റിക് സോഡ എന്നല്ലേ പറഞ്ഞത്, സോഡ, അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ്. മിൽക്ക് ഓഫ് ലൈം എന്നല്ലേ പറഞ്ഞത്, ലൈം എന്ന് പറഞ്ഞാൽ കാൽഷ്യത്തിൻ്റെ പേരാണ് ലൈം, അപ്പോൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. കോസ്റ്റിക് പൊട്ടാഷ് എന്നല്ലേ പറഞ്ഞത്, അപ്പോൾ പൊട്ടാഷ് ഹൈഡ്രോക്സൈഡ്. കഴിഞ്ഞു. സോ ഈ മൂന്നാളുകളിലും ഹൈഡ്രോക്സൈഡ് ഉണ്ട്. സോഡയാണെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ്, ലൈം ആണെങ്കിൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, പൊട്ടാഷ്യം ആണെങ്കിൽ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്. ദെൻ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഫോമുല NaOH, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ ഫോമുല KOH, കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ ഫോമുല CaOH2. അത് മാത്രം OH2 ആണ്. അതിൻ്റെ കാരണം കാൽഷ്യം എന്ന് പറയുമ്പോൾ കാൽഷ്യം, കാല് നാലേക്ക്, കാല് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം. അപ്പോൾ കാൽഷ്യത്തിൻ്റെ കൂടെ വരുന്നതൊക്കെ 2 എണ്ണം ആയിരിക്കും. കാല് 2 എണ്ണം, നമുക്ക് എല്ലാവർക്കും കാല് 2 എണ്ണം, അപ്പോൾ OH 2 എണ്ണം. അപ്പോൾ കാല് 2 എണ്ണം, OH 2 എണ്ണം. ഓക്കെ, അങ്ങനെയൊക്കെ മനസ്സിലാക്കുക. റെഡി. ദെൻ ആസിഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആ റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ആസിഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പം ആസിഡിൻ്റെ സ്വഭാവവും കുറയും, ബേസിൻ്റെ സ്വഭാവം കുറയും, ന്യൂട്രൽ സ്വഭാവമാകും. അഥവാ അതിനെ വിളിക്കുന്ന പേരാണ് നിർവീരീകരണ പ്രവർത്തനം അഥവാ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരുമോ സാറേ? എത്ര എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു ബേസായ NaOHും ഒരു ആസിഡായ HClഉം തമ്മിൽ റിയാക്ട് ചെയ്തപ്പം എന്ത് സംഭവിച്ചു? NaOHത്തെ NAയും HClത്തെ Clഉം അറ്റത്തുള്ളവർ ഒന്നിക്കട്ടെ. NaOHത്തെ Na അറ്റത്തുള്ളതാണ്, HClത്തെ Cl അങ്ങേ അറ്റത്താണ്. അവരൊന്നിക്കട്ടെ, NaCl ഒരു സോൾട്ട് ഉണ്ടായി. ഇതൊരു സോൾട്ടാണ്. അപ്പോൾ ആസിഡും ബേസും ചേർന്നാൽ സോൾട്ടും ഉണ്ടാവും. പിന്നെ ആരാണ്ടാവുക? NaOHൽ OH ഉണ്ട്, HClൽ H ഉണ്ട്. അത് രണ്ടും കൂടി ചേർന്ന് H2 ഉണ്ടാവും. അങ്ങനെ ആസിഡും ബേസും തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോൾട്ടും വാട്ടറും കിട്ടിയില്ലേ? സോൾട്ടും വാട്ടറും ഉണ്ടാകുന്ന ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണടാ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ, നിർവീരീകരണ പ്രവർത്തനം. ഓക്കെ, റെഡി. ഇനി നിങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊരു ആസിഡ് തരും. ആ ആസിഡിനെ നിങ്ങൾ ബ്രേക്ക് ചെയ്ത് എഴുതണം. അയ്യോ, അത് കുറച്ച് പണിയല്ലേ സർ? ഒരു പണിയില്ലടാ. നിങ്ങൾ സിമ്പിളായിട്ട് ഇങ്ങോട്ട് നോക്ക്. ഒരു പണിയില്ല, വെരി സിമ്പിൾ. കാൽഷ്യം സൾഫേറ്റ്, ഇത് ബ്രേക്ക് ചെയ്താൽ എന്താ കിട്ടുക? വെരി സിമ്പിൾ. കാൽഷ്യം സൾഫേറ്റ് നിൽക്കുമ്പോൾ നിങ്ങൾ 2 ഭാഗമാക്കി എഴുതുക. ഒരു ഭാഗത്ത് Ca എന്ന് എഴുതുക, ഒരു ഭാഗത്ത് SO4 എന്ന് എഴുതുക. കാൽഷ്യം സൾഫേറ്റിനെ ബ്രേക്ക് ആക്കി എഴുതുക. എല്ലാം ഞാൻ അങ്ങനെ എഴുതട്ടെ. Al2SO4 thrice, Al2SO4 thrice, SO4 thrice. അപ്പോൾ ഒരു ഭാഗത്ത് Al എന്ന് എഴുതുക, ഒരു ഭാഗത്ത് SO4 എന്ന് എഴുതുക. ഓക്കെ. Na2SO4. ഓക്കെ, അപ്പോൾ ഒരു ഭാഗത്ത് Na എന്ന് എഴുതുക, ഒരു ഭാഗത്ത് SO4 എന്ന്. എല്ലാം SO4 അല്ലേ? അപ്പോൾ ഒരു ഭാഗത്ത് Na എഴുതുക, ഒരു ഭാഗത്ത് SO4. ഇനി പറയാനുള്ള ട്രിക്ക്. കാൽഷ്യം സൾഫേറ്റ് ബ്രേക്ക് ചെയ്തപ്പോൾ കാലിൻ്റെ ചാർജ് എത്രയാണ്? 2 അല്ലേ? അപ്പോൾ കാൽഷ്യത്തിൻ്റെ ചാർജ് 2+. കാല് 2 എണ്ണം അല്ലേ? അപ്പോൾ കാൽഷ്യത്തിൻ്റെ ചാർജ് 2+. അപ്പോൾ സ്വാഭാവികമായിട്ട് SO4 2-. SO4നെ എപ്പോഴും 2- മറക്കണ്ട. SO4 2-. അലൂമിനിയത്തിൻ്റെ ചാർജ് എത്രയാണ്? വെരി സിമ്പിൾ. അലൂമിനിയത്തിൻ്റെ ചാർജ് കിട്ടാൻ വെരി സിമ്പിൾ. അലൂമിനിയത്തെ ഫസ്റ്റ് ലെറ്റർ A അല്ലേ? Aക്ക് 1 കാല്, 2 കാല്, പിന്നെ നടുവിൽ 1 കാല്, 3 കാല്. അപ്പോൾ അലൂമിനിയത്തിൻ്റെ ചാർജ് 3+. കാൽഷ്യത്തിന് 2 കാല്, 2 കാല്. അലൂമിനിയത്തിന് A എന്ന് എഴുതാൻ 3 വരെയാണ് ഉപയോഗിക്കുക, 3+. അപ്പോൾ SO4 3- അല്ല, SO4 ഓൾവേസ് 2-. ദെൻ Na2SO4, NAൻ്റെ ചാർജ് എപ്പോഴും പ്ലസ്സാണ്. Na+ മറക്കരുത്. എന്നാലും SO4ന് 2-. ഇനി ഒന്ന് ബാലൻസ് ചെയ്ത് എഴുതണം. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാൽ പോലും ഇവിടെ എത്ര അലൂമിനിയം ഉണ്ട്? 2 അലൂമിനിയം, അപ്പോൾ 2Al3+. ഇവിടെ എത്ര സോഡിയം ഉണ്ട്? 2 സോഡിയം, അപ്പോൾ 2Na+. അതെഴുതാലും നിർബന്ധമില്ല. സിമ്പിളായിട്ട് ആസിഡ് ഏതാ ബേസ് ഏതാന്ന് എഴുതാൻ വേണ്ടി മാത്രമാണ്. സോ മക്കളെ, ഇനിയാണ് നമ്മളെ പണി. അപ്പോൾ Ca2+ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് എഴുതിയില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, അപ്പോൾ ആ 2 ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് വിട്ട്. അപ്പോൾ Caൻ്റെ ചാർജ് 2+, Al3ൻ്റെ ചാർജ് 3+, NAൻ്റെ ചാർജ് പ്ലസ്. ഇനി Caൻ്റെ കൂടെ വരുന്ന ബേസ് ഏതായിരിക്കും? Caൻ്റെ കൂടെ വരുന്ന ബേസ് CaOH2. Alൻ്റെ കൂടെയോ? Alന് 3 അല്ലേ ചാർജ്? അപ്പോൾ AlOH thrice. NAൻ്റെ കൂടെയോ? NaOH, കാരണം NAൻ്റെ ചാർജ് പ്ലസ് ആണ്. അപ്പോൾ ഇനി ആ ചാർജ് വേണ്ട. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ ഞാൻ ആ ചാർജ് ഇട്ട് പഠിപ്പിച്ചത് എന്തിനാണ്? ഇവരുടെ ചാർജ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കൂടെ എത്ര ആളാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി സിമ്പിളായിട്ടൊന്ന് എഴുതിക്കേ. Cൻ്റെ കൂടെ എത്ര OH വരും? 2 OH, അതാണ് ബേസ്. Alൻ്റെ കൂടെ എത്ര OH വരും? 3 OH, AlOH thrice, കാരണം Alൻ്റെ ചാർജ് 3 ആയിരുന്നു. NAൻ്റെ കൂടെ എത്ര OH വരും? 1 OH. ഇനി ആസിഡ് ആക്കിക്കേ. ആസിഡ് എല്ലാം SO4 ആണെങ്കിൽ ആസിഡ് ഏതാ? H2SO4. വെരി സിമ്പിൾ. എല്ലാം H2SO4 ആണ്. അതിൽ പിന്നെ ഡൗട്ടില്ല, എല്ലാം H2SO4 ആണ്. അപ്പോൾ ചാർജ് കൊടുത്ത് പഠിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ കൂടെ വരുന്ന ആസിഡ് മനസ്സിലാക്കാൻ. H2SO4. സോ 2 ആളെ ബ്രേക്ക് ആക്കി എഴുതുക. ഒരു ഭാഗത്ത് OH കൊടുക്കുക, ഒരു ഭാഗത്ത് H കൊടുക്കുക, ഒരു ഭാഗത്ത് OH കൊടുക്കുക, ഒരു ഭാഗത്ത് H കൊടുക്കുക. അപ്പോൾ പ്ലസ് ചാർജ് ഉള്ളതിൻ്റെ കൂടെ OH കൊടുക്കുക, മൈനസ് ചാർജിൻ്റെ SO4ൻ്റെ കൂടെ H2SO4 കൊടുക്കുക. സോ ആസിഡും ബേസുമായി. ദെൻ ആസിഡും ബേസും പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് ഒരാളുടെ സ്വഭാവം അസിഡിക്കാണോ ബേസിക്കാണോ നോക്കാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ആളാണ് pH വാല്യൂ വെച്ചിട്ട് ഒരാളുടെ സ്വഭാവം അസിഡിക്കാണോ ബേസിക്കാണോ പറയാൻ പറ്റും. pH വാല്യൂ 7 ആണെങ്കിൽ അയാൾ ന്യൂട്രൽ, pH വാല്യൂ 7നേക്കാൾ താഴെയാണെങ്കിൽ അയാൾ അസിഡിക്, pH വാല്യൂ 7നേക്കാൾ മുകളിലാണെങ്കിൽ അയാൾ ബേസിക്.
അപ്പോൾ പി എച്ച് വാല്യൂവിൽ ചെയ്യുന്നത് എന്താണ്? പി എച്ച് വാല്യൂവിൽ ചെയ്യുന്നത് ആ പി എച്ച് എന്നല്ലേ എച്ച്, പി എച്ച് എന്ന് പറഞ്ഞാൽ എത്രത്തോളം എച്ച് പ്ലസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യലാണ്. പി എച്ചിൽ എത്രത്തോളം എച്ച് പ്ലസ് ഉണ്ട്, കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ചെക്ക് ചെയ്യും. ആ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസിൻ്റെ വാല്യൂ അനുസരിച്ച് പി എച്ച് വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ പി എച്ച് വാല്യൂ 7നേക്കാൾ കുറവാണെങ്കിൽ അസിഡിക്കും, 7നേക്കാൾ കൂടുതലാണെങ്കിൽ ബേസിക്കും, 7 ആണെങ്കിൽ ന്യൂട്രലായിരിക്കും. അപ്പോൾ പി എച്ച് എന്തിനാ സൂചിപ്പിക്കുന്നു? എച്ച് പ്ലസിൻ്റെ കോൺസെൻട്രേഷനാണ് തരുന്നത്. ഓക്കെ റെഡി? എന്താണ് ഈ പി എച്ച് ഒക്കെ കണ്ടിട്ട് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെരി സിമ്പിൾ. എടാ മക്കളെ, നിങ്ങളിപ്പോൾ നമ്മൾ ന്യൂട്രലൈസേഷൻ നിർവീരീകരണ പ്രവർത്തനം എന്ന് പറഞ്ഞില്ലേ, നമ്മളെ ബോഡിയിൽ നമ്മൾ ഭക്ഷണത്തിന് പിന്നെന്താ പറയുക ഡൈജസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് ഫുഡ് കഴിക്കുന്നത് പ്രോപ്പർ അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഫുഡിൽ ഓൾറെഡി ആസിഡൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ അസിഡിറ്റി കൂടും, അങ്ങനെ നെഞ്ഞെരിയാൻ തുടങ്ങും, ഇവിടേക്ക് എരിയാൻ തുടങ്ങും. അപ്പോൾ അസിഡിറ്റി കൂടിയല്ലോ, ബോഡിയിൽ അസിഡിറ്റി കൂടി. ആ അസിഡിറ്റി കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക അറിയോ? അതിക്ക് കുറച്ച് ബേസുള്ള ആളെ തിന്നും. നമ്മൾ അങ്ങനത്തെ മരുന്ന് കഴിക്കും. നമ്മൾ കഴിക്കുന്ന മരുന്ന് മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നൊക്കെ പറയും. ആ മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്ന് പറയുന്ന മരുന്ന് കഴിച്ചാൽ അത് ബേസാണ്. അപ്പോൾ മിൽക്ക് ഓഫ് മഗ്നീഷ്യ ബേസ് കഴിക്കുന്നതോടുകൂടി നമ്മുടെ ബോഡിയിൽ ബേസും ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്യും. അപ്പോൾ നിർവീരീകരണം നടക്കും. സോ നിർവീരീകരണ റിയാക്ഷന് എക്സാമ്പിളാണ്, ഏറ്റവും നല്ല എക്സാമ്പിളാണ് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന നമ്മളെ അസിഡിറ്റി കുറക്കാൻ വേണ്ടി നമ്മൾ കഴിക്കുന്ന മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്ന് പറയുന്ന മരുന്ന്. ദെൻ മക്കളെ, നമ്മൾ മണ്ണിൽ അസിഡിറ്റി കൂടുകയാണെങ്കിൽ നമ്മൾ സ്ലേക്ക്ഡ് ലൈം ചേർക്കും മണ്ണിലേക്ക്. എന്താ? മണ്ണിൽ അസിഡിറ്റി കൂടുമ്പോൾ അസിഡിറ്റി കുറക്കാൻ വേണ്ടി ബേസ് ചേർക്കും. ബേസാണ് ആര്? സ്ലേക്ക്ഡ് ലൈം അഥവാ കുമ്മായം ചേർക്കും. അപ്പം മണ്ണിൽ അസിഡിറ്റി കുറക്കാൻ വേണ്ടി കുമ്മായം ചേർക്കുന്നതും നിർവീരീകരണ പ്രവർത്തനത്തിന് എക്സാമ്പിളാണ്. ഇനി ലാസ്റ്റ് ആസിഡും ബേസും ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റിലേക്ക് വരുന്നത് സോൾട്ടുകളുടെ സ്വഭാവമാണ്. അതൊന്ന് അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചോ. സോൾട്ടുകളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള, ഞാൻ കുറച്ച് ട്രിക്കൊക്കെ വെച്ചൊന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് പഠിക്കാനുള്ള സോൾട്ടുകളുടെ റിയാക്ഷൻ നിങ്ങൾക്ക് 3 റിയാക്ഷൻ ഒന്ന് പഠിച്ചു വെച്ചേ. അടിപൊളിയായിട്ട് 3-4 റിയാക്ഷനുകൾ പഠിച്ചു വെച്ചേ. വെരി സിമ്പിളായിട്ട് പഠിച്ചു വെച്ചേ. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. അതായത് ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് സിൽമാ നടന്മാർ കോൾ ചെയ്തു, അല്ലെങ്കിൽ എന്നെ കോൾ ചെയ്തു. പഠിച്ചത് സിൽമാ നടന്മാർ എന്നെ കോൾ ചെയ്തു. ഇതാണ് ഒന്നാമത്തെ റിയാക്ഷൻ. സിൽമാ നടന്മാർ അഥവാ സിൽവർ നൈട്രേറ്റ് എന്നെ കോൾ ചെയ്തു, NaCl. സിൽമാ നടന്മാർ എന്നെ കോൾ ചെയ്തു. ഇതാണ് സോൾട്ട് ഉണ്ടാകാനുള്ള ഒരു സോൾട്ടിൻ്റെ തമ്മിലുള്ള റിയാക്ഷൻ ആട്ടോ പറയുന്നത്. 2 സോൾട്ടുകൾ AgNO3 എന്ന് പറയുന്ന സോൾട്ടും NaCl എന്ന് പറയുന്ന ഒരു സോൾട്ടും തമ്മിലുള്ള റിയാക്ഷൻ. ഒന്ന് സിൽമാ നടന്മാർ എന്നെ കോൾ ചെയ്തു. രണ്ടാമത്തത് ബച്ചനാണ് കോൾ ചെയ്തത്. ആരെയാ കോൾ ചെയ്തത്? ഹൈറ്റുള്ള സൽമാൻ ഖാനെ, H2SO4. ഞാൻ പല ട്രിക്കുകൾ ഓർത്ത് വെച്ചിരുന്നു. എനിവേ ഈ ഓർത്ത് വെക്കാനുള്ള ഈ ട്രിക്കാണ് ഇത് പറഞ്ഞത് കേട്ടോ. ബച്ചനാണ് കോൾ ചെയ്തത്, BaCl2 ആണ് കോൾ ചെയ്തത് ഹൈറ്റുള്ള സൽമാൻ ഖാനെ. റെഡി? മൂന്നാമത്തത് അപ്പോൾ ഇത് മനസ്സിലായല്ലോ, ഈ പോയിന്റുകൾ ക്ലിയർ ആയല്ലോ മക്കളെ, ഇത് സെറ്റായല്ലോ. ഇനി നിങ്ങളുടെ ഒരു കോമ്പൗണ്ടിൽ നൈട്രേറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ് അടുത്തത്. അത് ആദ്യം ഇത് പഠിച്ചു വെക്കാം. സോ സിൽമാ നടന്മാർ കോൾ ചെയ്തു, സിൽമാ നടന്മാർ എന്നെ കോൾ ചെയ്തു. അപ്പോൾ എന്താ റിയാക്ഷൻ മാത്രം പഠിച്ചാൽ മതി. നോക്കിക്കേ, AgNO3 NaCl ചേർത്ത് കഴിഞ്ഞാൽ അറ്റത്തുള്ള Agയും എപ്പോഴും അറ്റത്തുള്ള ആളുകൾ ഒന്നിക്കും, AgCl. അപ്പോൾ സെൻറ്ററിൽ ആരാ? NO3 NAയും, അത് തിരിച്ചെഴുത് NaNO3. ഓക്കെ, ഇവിടെയും അറ്റത്തുള്ള ആൾ ഒന്നിക്കട്ടെ, BAയും SO4ഉം അറ്റത്തുള്ള ആളുകൾ ഒന്നിക്കട്ടെ, BaSO4. അപ്പോൾ സെൻറ്ററിൽ ആരാ? സെൻറ്ററിൽ Cl2 ഉണ്ട്, H2 ഉണ്ട്. H2Cl2 എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഇല്ല, അപ്പോൾ 2HCl. സോ നമ്മുടെ മെയിൻ ഇവരാണ്, AgClഉം BaSO4ഉം. ഇവരുണ്ടായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവരുടെ രണ്ടുപേരുടെയും കളർ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്. വെളുത്ത അവക്ഷിപ്തം, വെള്ള കളറുള്ള വെളുത്ത അവക്ഷിപ്തം നിങ്ങൾക്ക് കിട്ടും. സോ നിങ്ങൾക്കൊരു കോമ്പൗണ്ടിൽ ക്ലോറൈഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ സിൽമാ നടൻ ചേർത്താൽ മതി. നിങ്ങൾക്കൊരു കോമ്പൗണ്ടിൽ സൾഫേറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ബച്ചൻ കോൾ ചെയ്താൽ മതി. സൾഫേറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ബച്ചൻ കോൾ ചെയ്താൽ മതി. ക്ലോറൈഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ സിൽവർ നൈട്രേറ്റ് ചേർത്താൽ മതി. ക്ലോറൈഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളുത്ത കളർ കിട്ടും, സൾഫേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളുത്ത കളർ കിട്ടും. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ആ റിയാക്ഷൻ മറക്കേണ്ട, അത് വെളുത്ത കളർ കിട്ടുന്ന എക്സാമ്പിളൊക്കെ എഴുതി തന്നിട്ടുണ്ട്. ആൻഡ് വെരി ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു റിയാക്ഷൻ, നിങ്ങളുടെ കോമ്പൗണ്ടിൽ നിങ്ങൾക്ക് നൈട്രേറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ. വെരി സിമ്പിൾ. നൈട്രേറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ, അഥവാ NO3-, അതാണ് നൈട്രേറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചേർക്കേണ്ടത് അതിലേക്ക് FeSO4 സൊല്യൂഷനും ചേർക്കുക. ആ ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിലൂടെ കുറച്ച് കോൺസെൻട്രേറ്റഡ് H2SO4ഉം ചേർക്കുക. നൈട്രേറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ FeSO4ഉം H2SO4ഉം ചേർക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് ആ ടെസ്റ്റ് ട്യൂബിൻ്റെ ജംഗ്ഷനിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ബ്രൗൺ റിങ് ഫോം ചെയ്യും.
ഒരു ബ്രൗൺ റിങ് ഫോം ചെയ്യും. മക്കളെ ഒന്നുകൂടെ, നിങ്ങളുടെ തന്ന കോമ്പൗണ്ടിൽ നൈട്രേറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്കൊരു കോമ്പൗണ്ട് ഉണ്ട്, അതിൽ നൈട്രേറ്റ് ഉണ്ടോ എന്ന് വല്ലാത്ത ഡൗട്ട് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ വേഗം FeSO4 അയൺ സൾഫേറ്റും H2SO4 ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡ് കൂടിയും ചേർത്ത് കഴിഞ്ഞാൽ അത് ചേർക്കുന്നതോടുകൂടി നൈട്രേറ്റ് ഉണ്ടെങ്കിൽ ഒരു ബ്രൗൺ റിങ് അവിടെ ഫോം ചെയ്യും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, കാർബണേറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ആസിഡ് ചേർത്താൽ മതി. ഞാൻ ആദ്യമേ പറഞ്ഞു കാർബണേറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ ആസിഡ് ചേർത്താൽ മതി. അപ്പോൾ ഇന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോകുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ചേർത്താൽ മിൽക്ക് കളറാവും. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തി വിട്ടാൽ ചുണ്ണാമ്പ് വെള്ളത്തിന് പാൽ നിറം കൈവരും. അതായത് കാർബണേറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കാർബണേറ്റുള്ള കോമ്പൗണ്ടിലേക്ക് ആസിഡ് ചേർക്കുക. ആസിഡ് ചേർക്കുമ്പോൾ ഇന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വരും, ഒരു ഗ്യാസ് പുറത്തു വരും. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട്, അത് കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണോ, ഹൈഡ്രജൻ ഗ്യാസ് ഒക്കെ ആയിക്കൂടെ, ഓക്സിജൻ ഗ്യാസ് ഒക്കെ ആയിക്കൂടെ, കാർബൺ ഡൈ ഓക്സൈഡ് ആണോ ഡൗട്ട്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണോ ഡൗട്ട് ഉറപ്പിക്കാൻ വേണ്ടി, കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളേക്ക് ചുണ്ണാമ്പ് വെള്ളം കടത്തി വിട്ടാൽ അതിൻ്റെ കളറ് മിൽക്കി കളറാവും, പാലിൻ്റെ കളറായാലും ഉറപ്പിച്ചോ അത് കാർബൺ ഡൈ ഓക്സൈഡാണ്. മക്കളെ, ഇതാണ് ആസിഡ്, ബേസ്, സോൾട്ട് എന്ന് പറയുന്ന ചാപ്റ്റർ. വളരെ വേഗത്തിൽ അടിപൊളിയായിട്ട് ഇനി നിങ്ങൾ പഠിച്ചോളുക.